ഹായ് ഗായ്സ്, വെൽക്കം ടു വൈയടെക്. പല ആളുകളും എന്നോട് ചോദിച്ചൊരു സംശയമാണ്, എന്താണ് ഡാർക്ക് മോഡ്, അല്ലെങ്കിൽ എന്തിനാണ് ഡാർക്ക് മോഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡാർക്ക് മോഡ് എന്നുള്ളത്. അത് പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ആദ്യമായിട്ട് അത് എവിടെയാണ് കാണാൻ പറ്റുക? നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡാർക്ക് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ലൈറ്റ് തീമാണ്, വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് തീം എന്താണ്, ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നത്. ഇനി അതുപോലെ ഇപ്പോൾ വാട്സാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ എന്താണ്, വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്, എനിക്കൊരു ലൈറ്റ് കളറാണ്. ഇനി അതുപോലെ നമുക്ക് ഇവിടെ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലൈറ്റ് കളറാണ്. ഫേസ്ബുക്ക് എടുത്താലും അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളറാണ്. നമുക്ക് ഡാർക്ക് മോഡ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഇവിടെ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം, അത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. അത് സ്വിച്ചിങ് ടു ഡാർക്ക് മോഡ് എന്ന് കാണിക്കുന്നില്ല, ഡാർക്ക് മോഡിലേക്ക് മാറി. ഇനി എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഫോൺ ആപ്പ് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് തീം. നമ്മൾ വാട്സാപ്പ് കാണാം, അതൊക്കെ എന്തായി ബ്ലാക്ക് കളറിലേക്ക് വന്നു. ഇനി അതുപോലെ യൂട്യൂബ് കംപ്ലീറ്റ് എന്തായി ബ്ലാക്ക് തീമായി മാറി. ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇന്ന് സിസ്റ്റത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഡാർക്ക് മോഡിലേക്ക് വന്നു. നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ക്വിക്ക് സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ നിങ്ങളുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ്, നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനി ബ്രാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് പല ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. ഡിസ്പ്ലേ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം ഡാർക്ക് മോഡ് എന്നുള്ളത് കാണാം. ഇപ്പം നമ്മളവിടെ എനേബിൾ ചെയ്തിരിക്കുകയാണ്, ഞങ്ങളോട് ഡിസേബിൾ ചെയ്യാണ് ഇവിടെ. ഇപ്പോൾ എന്തായി ലൈറ്റ് മോഡിലേക്ക് മാറി. നിങ്ങൾക്ക് വീണ്ടും കാണാം ഇവിടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടും ലൈറ്റ് കളറിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്, ലൈറ്റ് തീമായി. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ലൈറ്റ് മോഡിലേക്ക് മാറി. ഒന്നുകൂടെ ഞാൻ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാണ്. എന്നിട്ട് ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള അതായത് വാട്സാപ്പ് പോലുള്ള അപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് സിസ്റ്റം ഡാർക്ക് മോഡിലാണുള്ളത്. ഇൻഡിവിജ്വലായിട്ട് ആപ്പുകൾക്ക് തന്നെ തീം മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിൽ ജനറലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പിയറൻസ് കാണാം. ആ അപ്പിയറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് ഡിവൈസ് തീം എന്നുള്ളത് കാണാൻ പറ്റും ഇവിടെ. ഇപ്പോൾ ഇതിലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഡിവൈസിൻ്റെ തീം ലൈറ്റ് മോഡാണെങ്കിൽ ഈ യൂട്യൂബിൻ്റെ തീമും ലൈറ്റ് മോഡായിരിക്കും. ഇനി അതല്ല ഡിവൈസ് തീം ഡാർക്ക് മോഡാണെങ്കിൽ ഇവിടെയും ഡാർക്ക് മോഡായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് തീം, ഡാർക്ക് തീം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡാർക്ക് മോഡാണ് കൊടുത്തത് സിസ്റ്റത്തിന്. ഈ യൂട്യൂബ് മാത്രം ലൈറ്റ് തീമാക്കി. നിങ്ങൾക്കാണ് യൂട്യൂബ് മാത്രം ഇവിടെ ലൈറ്റ് കളറിൽ ലൈറ്റ് തീമിൽ വരുന്നു. ബാക്കി സിസ്റ്റം കംപ്ലീറ്റ് ഡാർക്ക് മോഡിലാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പിലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടാവും, ഡാർക്ക് മോഡ് എന്തിനാണ് അത് ഉപയോഗിച്ചുള്ള നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ കണ്ണുകൾക്ക് കുറച്ചുകൂടെ നല്ലത് ഏതാണ്, ഡാർക്ക് തീമുകളായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ലൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് തീമാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇപ്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മളെ കണ്ണുകളിലേക്ക് കൂടുതൽ നമുക്ക് ലൈറ്റ് റേസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ കൂടുതൽ നേരമൊക്കെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഡാർക്ക് മോഡായിരിക്കും നല്ലത്. പിന്നെ ഇനി നിങ്ങളുടെ സ്ക്രീനിൽ LED സ്ക്രീൻ ആണെങ്കിൽ, OLED സ്ക്രീൻ ആണെങ്കിൽ, AMOLED സ്ക്രീൻ എന്നൊക്കെ പറയുന്ന LED സ്ക്രീന് ഉള്ള ഫോണാണെങ്കിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. താല്പര്യമുള്ള രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഡാർക്ക് മോഡാണോ ലൈറ്റ് മോഡാണോ വേണ്ടതെന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയമാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.